ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബറാത്ത് സ്പെഷ്യലൊക്കെ ആയിട്ട് ചെയ്തു വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നല്ലൊരു കളറൊക്കെ അല്ല, പക്ഷേ ശർക്കര ചേർത്തിട്ടല്ല ഇത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു രീതിയിൽ പുതിയ ടേസ്റ്റിൽ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് വെക്കണേ. ആദ്യം ഇതിലേക്കായിട്ടൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്ച്ചോറ് വെക്കുന്ന അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് 2-3 തവണ കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ അതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതൊരു 4 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ അടുത്ത അടുപ്പിൽ നമുക്ക് കുറച്ചൊരു ജവരിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണാണ്. ഈ ഒരു സാബുനരി വേവിക്കുന്ന സമയത്ത് എപ്പോഴും വെള്ളം തിളച്ചതിന് ശേഷം ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. ഈ ഒരു കടലപ്പരിപ്പ് പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്, ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം, എന്നാൽ അത്യാവശ്യം വെന്തിട്ടുണ്ടാവണം ഈ ഒരു രീതിയിൽ. അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. സാബുനരി ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് വേവിച്ചെടുക്കണം, നല്ല തെളിഞ്ഞ് വരുന്ന രീതിയിൽ തന്നെ കേട്ടോ. നമ്മൾ ഡയറക്റ്റ് പാലിലിട്ട് തിളപ്പിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലതാണ് ഇതുപോലെ സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇടുന്നതാണ് കുറച്ച് നന്നായി തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരിച്ചിട്ട് മാറ്റിയൊരു സൈഡിലേക്ക് എടുത്ത് വെക്കാം. അടുത്തതിന് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് വിടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയോടെ ചേർത്തിട്ട് വറുത്തെടുത്ത ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അത്യാവശ്യം വലിയ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് അതും ഈ ഒരു നെയ്യിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോകണ്ട, നല്ല കൂടുതൽ പഴുത്തിട്ടുള്ള പഴമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വെന്ത് ഉടഞ്ഞു പോകട്ടെ. അത്യാവശ്യം പഴുപ്പ് വേണം, എന്നാൽ ഉടയാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ നല്ലോണം വഴറ്റിയിട്ട് അതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി പായസം റെഡിയാക്കാനുള്ള ഒരു പാനിലേക്ക് ആദ്യം കുറച്ച് പഞ്ചസാര ചേർത്തിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ പിന്നെ ചെറിയ തീയിലേക്ക് വെച്ചിട്ട് കറക്റ്റും കാരമലാക്കി എടുത്താൽ മതി. കാരമലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ആദ്യം കുറച്ചൊരു സമയം എടുക്കും കേട്ടോ ഒന്ന് റെഡിയായി കിട്ടാൻ. പിന്നെ കളറങ്ങ് ചെറുതായി ചേഞ്ച് ആയി തുടങ്ങിയാൽ പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സമയത്ത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇതുപോലെ കളർ മാറി വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് 1 കപ്പ് അളവിൽ പാല് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ആദ്യം ഇതുപോലെ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും, പക്ഷേ ആ പാല് ചൂടാകുമ്പോഴേക്കും എല്ലാം അരിഞ്ഞ് കറക്റ്റായിട്ട് ഈ ഒരു രീതിയിലേക്കായി കിട്ടിക്കോളും. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ടാണ് വെക്കുക കേട്ടോ. ഗ്യാസ് ഇപ്പോൾ കത്തിക്കേണ്ട, കാരണം ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറണം. നമുക്കിതിലേക്ക് ആദ്യം കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു അരി ഉണ്ടല്ലോ, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഈ അരി അരച്ചത് ഡയറക്റ്റ് നല്ല ചൂടുള്ള ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ചു പോകും കേട്ടോ, അരിമാവ് വെന്ത് പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് തണുത്തിരിക്കുന്ന പാലിലേക്ക് അത്യാവശ്യം ചൂടാറിയ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വേഗം തന്നെ മിക്സ് ആക്കി എടുക്കണേ. അരി അരച്ചിട്ടുള്ള ഒരു മിക്സിയുടെ ചാറിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നന്നായി മിക്സായി കിട്ടിയതിന് ശേഷം ഗ്യാസ് കത്തിച്ചിട്ട് ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതുപോലെ ഇങ്ങനെ അരി കുതിർത്ത് അരച്ച് ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് പാലൊക്കെ തിളച്ച് വന്നതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറുക്കിയെടുത്താലും മതി കേട്ടോ. ആ ഒരു കട്ടിക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെറിയ തീയിൽ വെച്ചിട്ട് കുറുക്കിയെടുത്താൽ മതി. കാരണം അരി ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ച് പോകും, അതുമല്ല വെന്തിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് കുറുക്കിയെടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് അത് വെന്ത് പാകം ആ ഒരു ടേസ്റ്റായി കിട്ടിക്കോളും. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യണേ. അങ്ങനെ കുറച്ച് സമയം ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ കുറുക്കിയെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം തന്നെ തിളച്ച് ഇതുപോലൊക്കെ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെന്തിട്ടുള്ള ആ ഒരു ടേസ്റ്റ് തന്നെ ആയി കിട്ടിയിട്ടുണ്ടാവും ഈ സമയത്ത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇതിലേക്ക് 3 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാല് ചേർത്തുകൊണ്ടിങ്ങനെ മിക്സ് ആക്കുമ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഒരു അരി അരച്ചതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടകളായിട്ടൊക്കെ തോന്നും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. മൊത്തത്തിൽ അങ്ങ് ചൂടായി തിളച്ച് കഴിയുമ്പോൾ അതങ്ങ് സെറ്റ് ആയിക്കോളും. ഈ സമയത്ത് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സാബുനരി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കടലപ്പരിപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഇത്തിരി കണ്ടൻസ്ഡ് മിൽക്ക് കണ്ട ചേർത്ത് കൊടുക്കും. 4-5 ടേബിൾ സ്പൂൺ എടുക്കുക. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് നമ്മളെ പാകത്തിലുള്ള മധുരാക്കി എടുത്താലും മതിയാവും. മധുരം നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ 2-3 മിനിറ്റ് കൂടെ അങ്ങ് തിളച്ച് വന്നോട്ടെ. അപ്പോഴേക്കും കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടിക്കോളും. ഈ സമയത്ത് നമ്മൾ ആദ്യം വഴറ്റി മാറ്റിയിട്ടുള്ള പഴം കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് വേണം കേട്ടോ ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാൻ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ വറുത്ത് മാറ്റി വെച്ചുള്ള കാഷ്യും മുന്തിരിയും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി പായസം റെഡി ആയിട്ടോ. അപ്പോൾ ഈ സമയത്ത് ഒരുപാട് ഇങ്ങനെ കുറുക്കി എടുക്കണ്ട, കാരണം ഇതൊന്നങ്ങ് ചൂടാറുമ്പോഴേക്കും ഇത്തിരി കൂടെ കട്ടി കൂടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ലൂസിൽ വെച്ച് കഴിഞ്ഞാൽ പാകം ആ ഒരു കട്ടിയിൽ ഇങ്ങനെ കോരി കുടിക്കാനായിട്ട് പറ്റും. കറി പായസം എന്ന് പറയുമ്പോൾ കുറച്ചൊരു കട്ടിയിൽ ഇങ്ങനെ ആ ഒരു കോരി കുടിക്കുന്ന ടൈപ്പ് തന്നെയാണല്ലോ. അപ്പോൾ ഇത് ഒരു ചെറിയ ചൂടോടുകൂടെ കഴിക്കാൻ, നല്ലോണം ചൂടാറിയതിന് ശേഷം കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ലാത്ത നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ബറാത്ത് സ്പെഷ്യലൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അല്ലാത്തപ്പോഴും നമുക്ക് വൈകുന്നേരമൊക്കെ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്